നമസ്കാരം. UDF കൺവീനർ അടൂർ പ്രകാശ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെയും അടുത്ത ബന്ധം വ്യക്തമാക്കുന്നതിന്റെയും കൂടുതൽ ചിത്രങ്ങൾ പുറത്തുവന്നതോടെ കോൺഗ്രസ് പ്രതിരോധത്തിലായിരിക്കുകയാണ്. പോറ്റിക്ക് അടൂർ പ്രകാശ് ഉപഹാരം നൽകുന്ന ചിത്രമാണ് പുറത്തുവന്നത്. ഈ ചിത്രങ്ങൾ പുറത്തുവന്നതോടെ വിശദീകരണവുമായി അടൂർ പ്രകാശ് ഇപ്പോൾ രംഗത്തുവന്നു. മണ്ഡലത്തിലുള്ള ആളെന്ന നിലയിലാണ് സഹകരിച്ചതെന്ന വാദം ആവർത്തിച്ചുകൊണ്ടാണ് അടൂർ പ്രകാശ് പ്രതികരിച്ചത്. പോറ്റി ക്ഷണിച്ച ചടങ്ങിൽ താൻ പങ്കെടുത്തിട്ടുണ്ടെന്നും അടൂർ പ്രകാശ് സമ്മതിക്കുന്നുണ്ട്. ശബരിമലയിലെ ചടങ്ങിനെത്താനായി പോറ്റി തന്നെ ക്ഷണിച്ചു. ശബരിമലയിലെ അന്നദാനവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോറ്റി തന്നെ വന്ന് കാണുകയായിരുന്നു. അതനുസരിച്ച് താൻ ആ ചടങ്ങിൽ പങ്കെടുത്തു. അതനുസരിച്ചാണ് പോയത്. പിന്നീട് പോറ്റിയുടെ പിതാവ് മരിച്ചപ്പോഴും പോയി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വെഞ്ഞാറമൂട്ടിലെ വീട്ടിൽ പോയിട്ടുണ്ടെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. താൻ ഒറ്റക്കായിരുന്നില്ല പോയത്. KPCC ജനറൽ സെക്രട്ടറി രമണി P. നായരും തനിക്കൊപ്പമുണ്ടായിരുന്നു. രമണി P. നായരുടെ വീടിന് തൊട്ടടുത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്. മണ്ഡലത്തിൽപ്പെട്ട ആളെന്ന നിലയിലാണ് താൻ അവിടെ പോയതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. പോറ്റി കൊള്ളസംഘക്കാരനാണെന്ന് താൻ അറിഞ്ഞിരുന്നില്ല എന്നും അടൂർ പ്രകാശ് വിശദീകരിച്ചു. പോറ്റിയിൽ നിന്നും സമ്മാനം വാങ്ങുന്ന ചിത്രങ്ങൾ പുറത്തുവന്നതും അടൂർ പ്രകാശ് നിഷേധിച്ചിട്ടില്ല. ഈന്തപ്പഴമോ മറ്റോ ആണ് പോറ്റി സമ്മാനമായി തനിക്ക് തന്നത്. അതപ്പോൾ തന്നെ അവിടെ ഉള്ളവർക്ക് നൽകിയെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം ചിത്രങ്ങൾ പുറത്തുവന്നതിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് പങ്കുണ്ടെന്ന സംശയവും അടൂർ പ്രകാശ് ഉയർത്തുന്നുണ്ട്. തനിക്കെതിരെ കോൺഗ്രസിൽ നിന്ന് നീക്കം നടക്കുന്നുണ്ടാകാമെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. സോണിയാഗാന്ധിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി 2 വട്ടമാണ് കൂടിക്കാഴ്ച നടത്തിയത്. ഒരു തവണ അടൂർ പ്രകാശ് ഒപ്പം പോയി, മറ്റൊരിക്കൽ ആന്റോ ആന്റണിയും. സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് ഉണ്ടെന്നും ഒപ്പം വരണമെന്നും പോറ്റി തന്നോട് പറഞ്ഞുവെന്നും ഈ അഭ്യർത്ഥന മാനിച്ചാണ് കൂടെ പോയതെന്നും അടൂർ പ്രകാശ് ഇപ്പോൾ വിശദീകരിക്കുന്നു. അതേസമയം ചിത്രങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടർ ചാനലിനെ അടൂർ പ്രകാശ് പരിഹസിച്ചു. വിഷയം മരമുറി ചാനൽ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ മരമുറി ചാനലിൽ ഈ വാർത്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും അടൂർ പ്രകാശ് പരിഹസിക്കുന്നുണ്ട്. മോശക്കാരനാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് വിലപ്പോകില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാം അറിയാം. അവർക്ക് തന്നെ മോശക്കാരനായി കാണാനും കഴിയില്ല. കേരളത്തിലെ ജനങ്ങൾ എല്ലാ കാര്യങ്ങളും കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. തനിക്ക് പോറ്റിയെക്കുറിച്ച് മറ്റു കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. സോണിയാഗാന്ധിയെ കാണാൻ അവസരം ലഭിച്ചിട്ടുണ്ടെന്ന് പോറ്റി ഇങ്ങോട്ട് വന്ന് പറഞ്ഞിരുന്നു. MP എന്ന നിലയിൽ കൂടെ വരണമെന്നും ആവശ്യപ്പെട്ടു. അതനുസരിച്ചാണ് താൻ പോയത്. താൻ വഴിയാണ് പോറ്റി സോണിയാഗാന്ധിയുടെ അടുത്ത് എത്തിയത് എന്നത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യമാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. നേരത്തെ ഷർട്ടും പാന്റും ധരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളായിരുന്നു പുറത്തുവന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്റെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ താമസക്കാരനാണെന്നും അയ്യപ്പ ഭക്തൻ എന്ന നിലയിൽ മാത്രമാണ് പരിചയമെന്നുമാണ് അടൂർ പ്രകാശ് നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന വിവിധ ഫോട്ടോകളാണ് പുറത്തു വന്നിട്ടുള്ളത്. നേരത്തെ സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന പോറ്റിയുടെ ചിത്രങ്ങളും ഏറെ വിവാദമായിരുന്നു. ഇന്നലെ കടകംപള്ളി സുരേന്ദ്രനൊപ്പമുള്ള പോറ്റിയുടെ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. സോണിയാഗാന്ധിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നിച്ചു നിൽക്കുന്ന ചിത്രത്തിൽ അടൂർ പ്രകാശ് MPയും ഉണ്ടായിരുന്നു. പോറ്റി ക്ഷണിച്ചിട്ടാണ് ഒപ്പം ചെന്നതെന്നും സോണിയയെ കാണാൻ താനല്ല അനുമതി വാങ്ങിയതെന്നും മറ്റൊരാളാണെന്നും അടൂർ പ്രകാശ് പറഞ്ഞിരുന്നു. ശബരിമലയിലെ സ്പോൺസർ എന്ന നിലയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമെന്നാണ് അടൂർ പ്രകാശിന്റെ വിശദീകരണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും മുൻ റാന്നി MLAയും നിലവിലെ CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുമായ രാജു എബ്രഹാമും സന്ദർശനം നടത്തിയ ചിത്രങ്ങളും പുറത്തുവന്നിരുന്നു. ഇരുവരും ജനപ്രതിനിധികളായിരിക്കെയായിരുന്നു സന്ദർശനം നടത്തിയിരുന്നത്.